വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിനിടെ വ്യാപക ആക്രമണം. നാബ്ലസിൽ നടന്ന സൈനിക വെടിവെപ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും മരണസംഖ്യ വർദ്ധിച്ചേക്കുമെന്ന് പലസ്തീൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. കെട്ടിച്ചമച്ച കുറ്റം ചുമത്തി സാധാരണക്കാരെയും നിരപരാധികളെയും പിടികൂടാനുള്ള സൈനിക നീക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. നിയമവിരുദ്ധമായ ഇസ്രായേൽ അതിക്രമം ചെറുത്ത യുവാക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സൈന്യത്തിന് നേരെ പാലസ്തീനികൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെന്നാരോപിച്ചാണ് ഇസ്രായേൽ നടപടി. എന്നാൽ ആക്രമണത്തിൽ സൈന്യത്തിന് പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തി. കൊല്ലപ്പെട്ടവരിൽ 3 പേർ ആയുധധാരികളെന്നാണ് ഇസ്രായേലിന്റെ വാദം. വീട് വളഞ്ഞ് തങ്ങളുടെ 2 പ്രവർത്തകരെയും ഒപ്പമുണ്ടായിരുന്ന ഒരാളെയും ഇസ്രായേൽ സൈന്യം വകവരുത്തിയെന്ന് പാലസ്തീൻ സായുധ വിഭാഗം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ കൊല്ലപ്പെട്ടവരിൽ 14കാരനും 72കാരനായ വൃദ്ധനും ഉൾപ്പെടെ 3 സാധാരണക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 102 പേർക്കാണ് പരുക്കേറ്റത്. ഇവരിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 82 പേർക്കും വെടിയേറ്റിട്ടുണ്ടെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നബ്ലസ് നഗരത്തിലേക്കുള്ള മുഴുവൻ പാതകളും ബ്ലോക്ക് ചെയ്താണ് വീട് കയറിയുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഇതോടെ പുറത്തുപോകാൻ പോലും സാധിക്കാതെ സ്ത്രീകളും കുട്ടികളടക്കമുള്ള സാധാരണക്കാർ വലഞ്ഞു. സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് റാമല്ലയിലും നബ്ലസിലും പാലസ്തീൻ സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. കടകളടച്ച് മുഴുവൻ വ്യാപാരികളോടും പ്രതിഷേധത്തിൽ ഭാഗമാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സായുധ സംഘങ്ങളെ പ്രകോപിപ്പിച്ചും സാധാരണക്കാരെ ഭയപ്പെടുത്തിയും ഇസ്രായേൽ സൈന്യം അടുത്തിടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉൾപ്പെടെ വ്യാപകമായ അതിക്രമങ്ങളാണ് നടത്തുന്നത്. 2 മാസത്തിനിടെ സൈനിക റെയ്ഡിൽ 61 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ 13 കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ പാലസ്തീൻ സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 10 ഇസ്രായേൽക്കാരും യുക്രൈൻ ടൂറിസ്റ്റുകളും ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ വർഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 30 കുട്ടികളടക്കം 171 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.